ഹലോ, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഴയ്ക്ക കൊണ്ട്, അതായത് നമ്മൾ ഏത്തക്ക കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ നാട്ടിലൊക്കെ ഏതാണ്ട് 20 ഗ്രാം ചിപ്സിന് 100 രൂപ അടുപ്പിച്ചുണ്ട്. 100 ചിലയിടത്ത് 100 രൂപ കഴിഞ്ഞുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് ഈ 1/2 കിലോ, ഇപ്പോൾ ഇത് 1/2 കിലോ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 1/2 കിലോ വെച്ച് എത്ര ചിപ്സ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഞാൻ ത്രാസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തൂക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തോടെല്ലാം നമ്മൾ തോടെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ റൗണ്ടിൽ നമ്മൾ ചിപ്സ് കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഫുള്ളും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചീകുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് കത്തിക്ക് ചെയ്യുന്നു. മതി, ഇത് തരുമോ? അപ്പോൾ നമ്മളിത് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഓക്കെ, വറുത്ത് കോരിയെടുത്തിട്ട് ഇത് എത്ര തൂക്കം വരുന്നുണ്ടെന്ന് നോക്കാം. 1/2 കിലോ അരിഞ്ഞ് ചിപ്സ് ആക്കുമ്പോഴേക്കും എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിനെ വറുത്ത് കോരാം. അപ്പോൾ നമ്മളിത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്ന് വറ്റിയുന്നവരേക്കും തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മതിയാവും. വയ്ക്കണോ? ഈ എണ്ണ ഏതാണ്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരല്പം ഇട്ട് കൊടുക്കുക. ഇപ്പം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ നന്നായിട്ട് കലങ്ങാനായിട്ട്, കളറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടൊന്ന് കലക്കി വിടാം. പിന്നെ വാഴയ്ക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി നമുക്ക് നോക്കി നോക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലോട്ട് വാരി ഇട്ട് കൊടുക്കാം. പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ചായിട്ട് വെന്തിട്ടുണ്ട് ഒരു സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ഒന്ന് കോരി വയ്ക്കാം. അപ്പോൾ ബാക്കി കൂടെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെയും കൂടെ കോരിയെടുക്കാം. അപ്പം നമ്മളിത് 1/2 കിലോ വാഴയ്ക്ക കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ് ഇതായിരിക്കുന്നത്. 1/2 കിലോ വാഴയ്ക്ക ഉണ്ട്. ഓക്കെ, നമുക്കിതിന് ഇനി എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഇതിൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 1/2 കിലോ വാഴയ്ക്ക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ത്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഫുഡൊക്കെ തൂക്കാൻ പറ്റിയ. അപ്പോൾ ആദ്യം 0 കാണിക്കുന്നുണ്ട്. അത് കാണാൻ പറ്റുമെന്ന് അറിയുമില്ല. ഇപ്പോൾ 0 കാണിക്കുന്നുണ്ട്. നമുക്കിതിനെ ആദ്യം മൈനസ് ചെയ്യാം. ഈ പ്ലേറ്റിൻ്റെ വെയിറ്റിനെ മൈനസ് ചെയ്തിട്ട് ഇനി ഈ പ്ലേറ്റിലോട്ട് ഇതിനെല്ലാം കയറ്റാം. നമുക്കിനി ഇതിനെ വെച്ച് നോക്കാം എത്ര ഉണ്ടെന്ന്. $197 ഗ്രാം ഉണ്ട്. അതായത് 200 ഗ്രാം അടുപ്പിച്ചുണ്ട്. 1 കിലോ 1/2 കിലോ വാഴയ്ക്ക വാങ്ങിച്ചപ്പോഴാണ് 197 ഗ്രാം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കിത് ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കാം. 200 ഗ്രാമിന് 100-120 വരെ എന്തോ ഉണ്ട്. 200 ഗ്രാമിനാണോ 100 ഗ്രാമിനാണോ അറിയാൻ പാടില്ല. ഏതായാലും ഈ അളവൊക്കെ ഉണ്ടാവും. 100 രൂപയും കണ്ടുണ്ട്. മറ്റേത് നമ്മൾ വാഴയ്ക്കൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും 25-35 ആ റേറ്റിലേക്ക് ഉണ്ടാവുള്ളൂ. ആ 35 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനം ഉണ്ടാക്കാം. കണ്ടോ, വലിയ പ്ലേറ്റിലോട്ട് ഇത്രയും സാധനം നമുക്ക് ഉണ്ടാക്കാം. നമുക്കിനി ഇതിനെ കൊള്ളാമൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ചവയ്ക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതൊക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.